മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സി മലയാളം ന്യൂസിനൊപ്പമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പര്യടന പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുന്നു. കോൺഗ്രസിന് എത്രത്തോളമാണ് ആത്മവിശ്വാസം? തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങേക്ക് ചുമതലയുണ്ട്. 51+ എന്നുള്ളതാണ് അങ്ങയുടെ ലക്ഷ്യം. ശരി, കാരണം ഒന്നാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ 14-ാം തീയതി നടന്ന കോർപ്പറേഷൻ മാർച്ചോടുകൂടെ കുറ്റപത്ര സമർപ്പണത്തോടുകൂടെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളുടെ ഗൃഹസന്ദർശനങ്ങളും കൺവെൻഷനുകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 26-ാം തീയതിയോടുകൂടി രണ്ടാം ഘട്ടം പൂർത്തീകരിച്ച് മൂന്നാം ഘട്ടത്തിൽ സമ്പൂർണ്ണമായി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഗൃഹസന്ദർശന പരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 51-നും 55-നും മധ്യേ സീറ്റ് ജയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു അസസ്മെൻറ്റ്. വൈഷ്ണവ് സുരേഷിൻ്റെ വോട്ടുവെട്ടൽ വലിയ തോതിൽ വിവാദമായതാണ്. മുട്ടടയിൽ എത്രത്തോളമാണ് കോൺഗ്രസിനുള്ള വിജയപ്രതീക്ഷ? അതോടൊപ്പം മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഇടപെടൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വന്നു. ചില ദൃശ്യങ്ങളും വിവരങ്ങളും അടക്കം പുറത്തു വന്നു. എന്താണ് പ്രതികരണം? അതായത് വൈഷ്ണവയുടെ വോട്ട് വെട്ടിയതിനെക്കുറിച്ച് ഞങ്ങൾ റിട്ടേണായിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ കുറ്റക്കാരായി കണ്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ റിട്ടേണായി തന്നെ പാർട്ടി ചുമതലപ്പെടുത്തി അനുസരിച്ച് ശ്രീമതി വീണ എസ് നായരും JS അഖിലും റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ റിസൾട്ട് നോക്കിയിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഞങ്ങൾ ഫർദർ നടപടികൾ സ്വീകരിക്കും. അപ്പോഴറിയാലോ ഇവരുടെയൊക്കെ പങ്ക്. ആര്യ രാജേന്ദ്രൻ കഴിഞ്ഞ 13-ാം തീയതി വൈകുന്നേരം കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നിരുന്നതായിട്ട് അവിടുത്തെ ജീവനക്കാർ പറയുന്നുണ്ട്. 10-ാം തീയതി പെരുമാറ്റച്ചട്ടം വന്ന സ്ഥിതിക്ക് 13-ാം തീയതി മേയർ പോകുന്നത് ശരിയല്ല. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ദുരൂഹതയുണ്ട്. എന്തായാലും ഞങ്ങളത് കണ്ടുപിടിക്കും. തിരുവനന്തപുരത്ത് ഉള്ളൂരിലും അതോടൊപ്പം ചെമ്പഴന്തി അടക്കമുള്ള ചില പ്രദേശങ്ങളിൽ CPM-ന് വിമത സ്ഥാനാർത്ഥികളുണ്ട്. അത് CPM-ൻ്റെ വിജയപ്രതീക്ഷ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? കോൺഗ്രസിന് അത് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അല്ല, ഞങ്ങളുടെ കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടത് പാർട്ടിക്കകത്തുള്ള അന്തഛിദ്രങ്ങളായിരുന്നു. ഇത്തവണ അതില്ല. പരമാവധി പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എതിർ പാർട്ടികളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ ഞങ്ങൾ മുതലെടുക്കാൻ നോക്കും. അത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അങ്ങ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ചായിരിക്കും? അല്ല, അത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു ചിന്തയില്ല. ഇപ്പോൾ നഗരസഭ പിടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഈ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം, സംഘടനാ പ്രവർത്തനമൊക്കെ തന്നെയും കാര്യമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം നേരത്തെ ഉയർന്ന വലിയ വിമർശനം CPM എപ്പോഴും സംഘടനാ പ്രവർത്തനം കൃത്യമായി നടത്തുകയും അടിത്തട്ടിൽ സംഘടനയെ കെട്ടുറപ്പോടുകൂടി തന്നെ നയിക്കുകയും ചെയ്യും. കോൺഗ്രസിൽ പല തരത്തിലുള്ള അപശബ്ദങ്ങളും വിള്ളലുകളും ഒക്കെ തന്നെയും ഉണ്ടാകും. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഇതൊരു ജീവൻ മരണ പോരാട്ടമാണെന്നുള്ള ഫീലിംഗ് പാർട്ടി പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാം മറന്നുകൊണ്ട് അവർ സജീവമായിട്ട് ഫീൽഡിലുണ്ട്. അതാണ് ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്നൊരു ഘടകം എന്ന് പറയുന്നത്. മാത്രമല്ല CPM സാധാരണഗതിയിൽ വിവാദങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് നേർക്ക് വലിയ തോതിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മവ്യൂഹത്തിലാണ് വലിയ തോതിലുള്ള വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് CPM. ഇതിന് വേണ്ട വിധത്തിൽ കോൺഗ്രസിന് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ മന്ത്രിമാരിലേക്ക് എത്തുന്നത് വരെ ഞങ്ങളുടെ സമരവുമായിട്ട് മുന്നോട്ട് പോകും. ഇത് വെറും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളും മാത്രമല്ല, ബിഹൈൻഡ് ദ കർട്ടനിൽ പ്രവർത്തിച്ച പത്മകുമാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവതുല്യരായി കണ്ട ആൾക്കാരാരാണ്, അവരിലേക്ക് അന്വേഷണം ചെന്നെത്തണം. അതുവരെ ഞങ്ങളുടെ സമരത്തിൽ ഒരു മാറ്റവും വരുത്തില്ല. പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രന് കുരുക്കായി SIT സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. കടകംപള്ളിയെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള വിവരം പുറത്തു വരികയാണ്. അപ്പോൾ എങ്ങനെയാണ്? മഞ്ഞുമലയുടെ ഒരൊറ്റ മാത്രമാണോ പുറത്തു വന്നിട്ടുണ്ടോ? ഇനിയും വിവരങ്ങളുണ്ടോ? തീർച്ചയായിട്ടും കടകംപള്ളിയിലേക്ക് എത്തട്ടെ. അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ പറയാമല്ലോ. ഏതായാലും ഞങ്ങളത് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിലടക്കം നിലപാട് വ്യക്തമാക്കുകയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയം നേടും. അത് കഴിഞ്ഞ തവണത്തെക്കാളും സീറ്റുകളുടെ എണ്ണത്തിലടക്കം വർധനവുണ്ടാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.